ഹലോ, വെൽക്കം ടു മൻഹാസ് പാരഡൈസ്. അങ്ങനെ നമ്മൾ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് മിറർ മേസിൽ കയറി. അതൊരു കംപ്ലീറ്റ് ഒരു ഗ്ലാസ് ഹൗസാണ്, ഒരു പാത്ത് വേ ഫൈൻഡർ പോലെ. അപ്പോൾ അതിലൊരു എൻട്രി ഫീ ഒക്കെ ഉണ്ട്. നമുക്കൊരു ഗ്ലൗസും തരും കയറുമ്പോൾ. നമ്മൾ കറങ്ങി തിരിഞ്ഞ് നോക്കി, പുള്ളി കയറിയപ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി. കറങ്ങി നോക്കിയപ്പോൾ വീണ്ടും എൻട്രൻസ് തന്നെ. നമ്മളത് എക്സിറ്റാന്ന് വെച്ച് അങ്ങോട്ട് പോയി, പക്ഷെ അതൊരു എൻട്രൻസ് തന്നെയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇത് എൻട്രൻസ് ആണ്, എക്സിറ്റ് പോയി കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ കുറച്ച് നേരമൊക്കെ കറങ്ങി നോക്കി, ഒന്നും കണ്ടില്ല. അവൾ അവിടെ കിടന്ന് കുറേ നേരം ഡാൻസൊക്കെ കളിച്ചു. അങ്ങനെ ഡാൻസ് കളിച്ച് വീണ്ടും തിരിഞ്ഞു നോക്കിയപ്പോൾ വീണ്ടും എൻട്രൻസ് തന്നെ ഈ കാണാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് വേറെ വഴിയൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങി. മിക്കതും അവൾ തന്നെ കേട്ടോ കണ്ടുപിടിച്ചത്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, കാരണം ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഗ്ലാസ്സിൽ തല ഇടിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. മുന്നേ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനത്തേൽ പോയിട്ടുണ്ടെങ്കിലും എന്തോ ഇപ്പോൾ കുറേ നാളായിട്ടൊക്കെ പോകണമല്ലേ, അതിൻ്റെ ഒരു പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു. മുന്നേ ഞാൻ പോയ സമയത്തൊക്കെ കൂടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, അതുപോലെ ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവർ പോകുന്ന പാത്ത് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഇപ്പോഴാണെങ്കിൽ എനിക്കാകെ ടെൻഷനായി, കാരണം ഞാനിവൾ മാത്രമേ ഉള്ളൂ. പ്ലസ് ഈ മൾട്ടി കളർ ലൈറ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ കുറേ നേരം കറങ്ങി കേട്ടോ. കുറേ നേരം കറങ്ങിയതിന് ശേഷം നമ്മൾ ഈ ഒരു പാത്ത് കണ്ടുപിടിച്ച്. ഇത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് എക്സിറ്റ് ആയിരിക്കുന്ന, പക്ഷെ എക്സിറ്റ് ആയിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഒരു ഓപ്പൺ സ്പേസ് കണ്ടപ്പോൾ അത്യാവശ്യം ഒരു സമാധാനമായി. പിന്നെ ഞങ്ങൾ കുറേ കറങ്ങി നടന്നിട്ടാണ് പിന്നെ നമ്മൾ ഈ കാണുന്ന ഒരു എക്സിറ്റിലോട്ട് എത്തിയത്. അത് കണ്ടപ്പോൾ ഉള്ളൊരു സന്തോഷമാണ് അവളുടെ ഈ മുഖത്ത് കാണുന്നത്. അങ്ങനെ എക്സിറ്റ് കണ്ടുപിടിച്ചതുപോലെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായി. ഞങ്ങൾ വേഗം തുറന്നു ഓടി, രക്ഷപ്പെട്ടല്ലോ എന്നുള്ള മട്ടിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ ഡോൾഫിനേറിയത്തിലെ കാഴ്ചകൾ. പിന്നെ ഒരു ബേർഡ് ഷോ കൂടെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അന്നത്തെ ദിവസം ഇനി വേറെ ഷോ ഇല്ല, അപ്പോൾ അതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റിയില്ല. പിന്നെ വീട്ടിലെത്തിയപ്പോൾ അവൾക്ക് വേറൊരു സർപ്രൈസ് കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു തരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.